സ്നേഹവാനും പരിശുദ്ധനുമായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഈ സമയം വരെയും ഞങ്ങളെ കരുതി പരിപാലിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയ എല്ലാ കരുണകളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളോട് കൂടിയിരുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ചു. ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ, ദുഃഖങ്ങളുടെ, രോഗങ്ങളുടെ, വേർപാടിൻ്റെ ദുഃഖകരമായ എല്ലാ സാഹചര്യങ്ങളോടൊന്ന് കൂടിയിരുന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ച്, ഞങ്ങളെ ധൈര്യപ്പെടുത്തി, ഞങ്ങളെ ശക്തീകരിച്ച് നടത്തി. അങ്ങയുടെ കരുണകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് പ്രയാസപ്പെട്ടിരുന്നിടത്ത് വഴിയും വാതിലും തുറന്ന് തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിച്ച് നടത്തി. അങ്ങയുടെ കരുണകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് വിനയപൂർവ്വം ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരിക എന്ന് കൽപ്പിക്കുന്നു എന്നറിയിച്ചത് സർവശക്തനായ ദൈവമേ, സൃഷ്ടി മുഴുവനും ഓരോ മക്കളെയും പ്രത്യേകിച്ച് നിൻ്റെ കരങ്ങളിലേക്ക് വിനയപൂർവ്വം ഏൽപ്പിച്ചു തരുന്നു. സൃഷ്ടി മുഴുവനും നിന്നാൽ സംരക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണം, ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണം. അവിടെ എല്ലാ ആവശ്യങ്ങളും നീ നൽകി നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. നിൻ്റെ അടുക്കിലേക്ക് ചേർത്ത് വിളിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം, നിൻ്റെ അടുക്കിലേക്ക് ചേർന്ന് വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിച്ച് വഴി നടത്തണം. അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുടെ മേൽ നിൻ്റെ സ്വർഗം തുറന്ന് സമൃദ്ധമായും അനുഗ്രഹിച്ച് ദൈവകൃപയിൽ പൊതിഞ്ഞ് നടത്തണം. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ, യുവാക്കളെ സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരെ അനുഗ്രഹിക്കണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാകണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു.